കണ്ടു. അമ്മ കണ്ടു ഞാൻ ജയേട്ടന്റെ അടുത്ത് പോയത്. അമ്മ മനസ്സിലാക്കി. ഈശ്വരാ, അമ്മയോട് എന്ത് മറുപടി പറയും? അമ്മയോട് നിന്നെയൊന്നും പറയണ്ട. ജയേട്ടന് ഫുഡ് കൊടുക്കാൻ പോയ കാര്യം തുറന്നു പറഞ്ഞേക്കാം. അമ്മേ, അത് ഞാൻ... സന്തോഷായി അല്ലേ മോളെ? അത് അമ്മേ, ഞാൻ... പൂജയുടെ കാര്യമേ വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ ഇന്നത്തെ പൂജ വളരെ ഭംഗിയായിട്ട് നടന്നു അല്ലേ? അതെ അതെ. അല്ല മോളെ, സാവിത്രി ഇങ്ങനെ നമുക്ക് അനുകൂലമായി തകിടം മറിഞ്ഞതിൽ എനിക്ക് അത്ഭുതം തോന്നുക. ശരിയാ, എനിക്കും അക്കാര്യത്തിൽ അത്ഭുത തോന്നിയത്. എന്റെ കാര്യമാണല്ലോ എന്തോ ഇവിടെ പറയുന്നത്. എങ്കിൽ ഇവിടെ പമ്മിന്ന് കേൾക്കാം. ഇവളെ ഈ സാവിത്രി ഈ പൂജയ്ക്ക് ഒരു സമ്മതവും പറയാൻ വഴിയില്ല. എന്തോ ഒരു അടിയൊഴുക്ക് നടന്നിട്ടുണ്ടാവുമല്ലോ. അതെങ്ങനെയാ? ആരാ ഇതിന്റെ പിന്നില്? അമ്മ കൂടി അറിയട്ടെ, ചിരിക്കാമല്ലോ. മീനാക്ഷിയാണോ സാവിത്രിക്കിട്ട് വേല വെച്ച് ഈ പൂജയ്ക്ക് സമ്മതിപ്പിച്ചത്? എനിക്കിട്ട് വേല വെച്ചെന്നോ? എനിക്ക് കേൾക്കണമല്ലോ. ആ അതെ, മീനാക്ഷി അമ്മ സാവിത്രിയെ കൊണ്ട് ഈ പൂജയ്ക്ക് സമ്മതിപ്പിച്ചത്. ഓ, അതെങ്ങനെയാണെന്ന് പറയേ, ഞാനും കൂടി ഒന്ന് അറിയട്ടെ. എടി ഭയങ്കരി, നീ എനിക്കിട്ട് വേല വെച്ചെന്നോ? എങ്കിൽ എനിക്കതെന്നറിയണമല്ലോ. സാവിത്രി ഒരു തരത്തിലും ഈ പൂജയ്ക്ക് സമ്മതിക്കില്ലെന്ന് അറിയാവുന്നോണ്ട് മീനാക്ഷി ഒരു തന്ത്രം പ്രയോഗിച്ചു. എന്ത് തന്ത്രം? മീനാക്ഷി സാവിത്രിയോട് പറഞ്ഞു, കുടുംബത്തിന്റെ ഐശ്വര്യത്തിനു വേണ്ടി ഈ പൂജ ചെയ്തില്ലെങ്കില് കുഞ്ഞിന്റെ അച്ഛമ്മയായ സാവിത്രിക്ക് വലിയൊരു അപകടം പറ്റുന്നു. ഓയ്യോ, കുഞ്ഞ് ജനിച്ചതേ അച്ഛമ്മക്കാലനായിട്ടാണെന്ന്. അത് കേട്ട് ആ പൊട്ടി വിശ്വസിച്ചല്ലേ ആ സാവിത്രി? അവളത് വിശ്വസിച്ചു. ഇടിമിന്നലേറ്റ് ചാവുന്നൊക്കെയാ മീനാക്ഷി പറഞ്ഞത്. അത് ശരി. അപ്പോ അവളെനിക്കിട്ട് പണി തന്നതല്ലേ? അതിരിങ്ങ തിരിച്ചു കൊടുത്തോളാം. പക്ഷേ തുടങ്ങി വെച്ച പൂജ ഞാൻ അവസാനിപ്പിക്കുന്നില്ല. പക്ഷേ അലമ്പാക്കും. അവൾക്കിട്ടൊക്കെ ഇത്തരം തന്ത്രങ്ങൾ പയറ്റി വേണ്ടത് കൊടുത്താലേ കാര്യങ്ങൾ നടക്കൂ. അതെ അമ്മേ. അജയമ്മേ, അവളുടെ നമ്പറൊന്നും നമ്മുടെ മീനാക്ഷി എടുത്ത് ചെലവാവില്ല. അതെ, മീനാക്ഷി കള്ളം പറഞ്ഞതാണെങ്കിലും ഒരു ദൈവകാര്യം നടപ്പാക്കി. ചില കള്ളങ്ങളൊക്കെ ചില നല്ല കാര്യങ്ങൾക്ക് പ്രയോജനപ്പെടും. മോളുവാ. അവളെന്നെ വിഡ്ഢിയാക്കി. അമ്മായിയമ്മ മരുമകളുടെ കാലനാകുന്നത് ഞാനവക്ക് കാണിച്ചു കൊടുക്കാം. മീനാക്ഷി, കുഞ്ഞിതുവരെ ഉറങ്ങിയില്ലേ? ഉറങ്ങാൻ വലിയ മടിയാ. ഓ, പിറന്നു വീണപ്പോ തന്നെ തരികട പഠിച്ചു തുടങ്ങി. അതെങ്ങനെയാ ആ മൈഥിലിയുടെ സ്വഭാവം കിട്ടാതിരിക്കൂ? അങ്ങനെയൊന്നും പറയില്ലേ അമ്മായി. പാവം കുഞ്ഞ്, അതിനെന്തറിയാം. അല്ല, നീ തേനെടുക്കാൻ പോകുന്നില്ലേ? കാട്ടിലേക്കൊക്കെ എനിക്ക് ഒറ്റയ്ക്ക് പോവാനൊക്കോ? തന്നെയല്ല, രണ്ടുപേരും കൂടെ ചേർന്ന് കാട്ടുതേൻ കളക്ട് ചെയ്യണമെന്നാ പൂജാരി പറഞ്ഞിരിക്കുന്നത്. ഓ,
ACP വരട്ടെ. കാർത്തികിന് ഇതിലൊന്നും ഒരു വിശ്വാസവും ഇല്ല, ശ്രദ്ധയും ഇല്ല. എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങി എല്ലാം ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാ. ഒരു കാര്യം ചെയ്യാം, അവൻ വരുമ്പോ ഞാൻ അങ്ങോട്ട് പറഞ്ഞു വിടാം. നീ പോയി തേനെടുക്ക്. നിനക്ക് സഹായത്തിന് ഞാനൊരാളെ അങ്ങോട്ട് വിടാന്നേ. അവനാണെങ്കിലേ ഈ തേനെടുക്കുന്ന വിദ്യയൊക്കെ അറിയാം. നമ്മുടെ ഇവിടുത്തെ ഒരു പഴയ വേലക്കാരനാ. നീ പേടിക്കണ്ട, കാർത്തിക് പിറകെ വന്നോളൂ. നീ പോയെന്നറിഞ്ഞാലേ അവൻ പിറകെ വരൂ. ശരി, ഞാൻ പോവാം. ഈ കുഞ്ഞ് നന്നായിട്ടൊന്ന് ഉറങ്ങിക്കോട്ടെ. ശരി ശരി. നീ എനിക്കിട്ടൊരു പണി തന്നതല്ലേ, അതിന് പകരം ചോദിച്ചില്ലെങ്കിലേ ഞാനൊരു വിഡ്ഢിയായിപ്പോവും. ഈ സാവിത്രിയെ വേദനിപ്പിച്ച എന്നെ കോമാളിയാക്കിയ അത് ചെയ്യുന്നവരെ ഞാൻ കരയിപ്പിക്കും. ഓ, എന്ത് ചെയ്യാന്, ഞാൻ അങ്ങനെ ആയിപ്പോയി. വലിയ കാടാണല്ലോ ഈ മേപ്പാടിക്കാട്. ഏയ്, ചെറിയ കാടാ. വന്യമൃഗങ്ങളുണ്ടോ? അതായത് പുലിയോ കടുവയോ മറ്റോ? പുലിയും കടുവയും ആനയൊന്നുമില്ല. കുറുക്കനും മൊയിലൊക്കെ കാണും. കാട്ടിലുള്ളതിനേക്കാൾ കൂടുതൽ കുറുക്കന്മാര് നമ്മുടെ നാട്ടിലുണ്ടല്ലോ. നീയാ പറഞ്ഞത് എന്നെ കുറിച്ചല്ലേ? ഏയ്, ഒരിക്കലല്ല. ACP കുറിച്ച് ഞാൻ അങ്ങനെ പറയുവോ? അത് ശരി, ചിരി വരെയായി. അവള് വശീകരണ മന്ത്രം ജപിച്ച് അവനെ കീശയിലാക്കി. ഇതവസാനിപ്പിക്കാൻ ഞാൻ നശീകരണ മന്ത്രം ജപിക്കാം. എന്തൊരു കാടാ ഇത്. സൂക്ഷിച്ചു കിടക്കണേ, മുള്ളുകളൊക്കെ ഉള്ളതാ. ചവിട്ടല്ലേ. കേട്ടില്ലേ, കാട്ടിലേക്ക് കടന്നപ്പോ ടോൺ തന്നെ മാറി. കാടിനൊരു പ്രത്യേക സംഗീതമുണ്ട്. നടന്നോളൂ. വരൂ വരൂ.
അയ്യോ. ആഹാ. നാശം പിടിക്കാൻ ഇവരെങ്ങോട്ടായി പോകുന്നേ? എന്റെ അമ്മേ. ഈ കാട്ടിലിട്ട് മിക്കവാറും ഞാനിവിടെ തീർക്കും. തേൻകൂട് തേടിയുള്ള യാത്ര നിന്റെ അന്ത്യയാത്രയാ. അതിനു മുമ്പ് ഞാൻ തീരുവെന്തോ മേ. അയ്യോ. ഷടാ, ഇതാരെവിടെ കൊണ്ടുവച്ചത്? അയ്യോ. ഈ കുന്തങ്ങൾ അങ്ങോട്ടേ പോന്നേ. വാ വാ. എന്തിനാ നമ്മൾ ഇത്ര നേരത്തെ ഇങ്ങോട്ട് വന്നത്? ഫംഗ്ഷൻ വൈകിട്ടല്ലേ? എന്താ മൈഥിലി ഇത്? അല്ല, കുറെ നേരത്തെ വരണമെന്ന് അദ്ദേഹം ക്ഷണിച്ചിട്ടല്ലേ നമ്മൾ ഇങ്ങോട്ട് വന്നത്? എടാ, അങ്ങനെ ക്ഷണിച്ചാലും നമുക്കൊരു മര്യാദ വേണ്ടേ? അത് തന്നെയല്ല, നമുക്ക് വേറൊരു പണിയില്ലാത്തതുപോലെ. നീ ഇങ്ങനെ കോപിച്ച് നിൽക്കല്ലേ. ആ സ്വാമിനാഥൻ സാർ കണ്ട എന്ത് വിചാരിക്കും? എന്താ മൈഥിലി ഇങ്ങനെ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. വന്നോ രണ്ടുപേരും? എന്നിട്ട് ഹോളിംഗ് ബെൽ അടിക്കായിരുന്നു. എന്താ കേറി വാ. എന്റെ വീട്ടിലേക്ക് രണ്ടുപേർക്കും സ്വാഗതം. എന്താ വൈദ്യുതി കുട്ടി വിഷമിച്ചെടുക്കുന്ന പോലെ? കേറി വാ. ഇത് നിനക്ക് അന്യ വീടൊന്നുമല്ലല്ലോ. വാ, കേറി വാ. വാ. ഇരിക്കേ ഇരിക്കേ ഇരിക്കി. കുടിക്കാൻ ഇപ്പൊ ഒന്നും വേണ്ട സാർ. മൈഥിലിക്കോ? വേണ്ട. അല്ല സാറേ, ബർത്ത്ഡേ ആയിട്ട് അതിന്റെ ആഘോഷമൊന്നും കാണുന്നില്ലല്ലോ. ആഘോഷങ്ങൾ നമ്മൾ ആരംഭിക്കാൻ പോകുകയല്ലേ. അത് തുടങ്ങേണ്ട സമയത്ത് തന്നെ തുടങ്ങും. രണ്ടുപേരും എഴുന്നേറ്റ് വരൂ, നമുക്ക് ആഹാരം കഴിക്കാം. അല്ല സാർ, സാറിന്റെ ഫാമിലിയൊക്കെ? എനിക്ക് ഭാര്യയും ഒറ്റ മോളുവാ. വൈഫ് മകളും അങ്ങ് അമേരിക്കയില. ഈ ഏകാന്തവാസം തുടങ്ങിയിട്ട് കുറെ വർഷങ്ങളായി. ഞാനിപ്പോ വരാം. ഇയാളൊരു കള്ളനാ. എന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ട്. എനിക്ക് പേടി തോന്നുക. ഹായ്, എന്ത് ഭംഗിയുള്ള കാടാ. തേനീച്ചക്കൂടൊന്നും കാണുന്നില്ലല്ലോ. കാട് മുഴുവൻ തേനീച്ചക്കൂടൊന്നുമില്ല. നോക്കണം, കാണാം, കാണാതിരിക്കില്ല. അല്ല, കുറുക്കനും മുയലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒന്നിനും കാണുന്നില്ലല്ലോ. അവര് മാലയും ബൊക്കെയൊക്കെ വാങ്ങാൻ പോയിരിക്കുക. നമ്മൾ വരുമ്പോഴേ ആഘോഷത്തോടെ സ്വീകരിക്കാൻ. ഓ, തമാശ പറയാനൊക്കെ അറിയാവോ? അതൊരു വലിയ അത്ഭുതമാണല്ലോ. ചിലക്കാതൊന്നും നടന്ന വാടി. ഓരോരോ പൂജാവിധികള്. വാസ്തവം പറഞ്ഞ ഇതൊക്കെയാണ് അനാചാരങ്ങള്. ഇവനെ അവള് മയക്കി എടുത്തിരിക്കൂ. എന്തൊരു കഷ്ടം.
ദൈവമേ, ഏത് നേരത്താണോ എനിക്ക് ബുദ്ധി തോന്നിയത്? അമ്മേ, ഓ, നോക്കാം. എന്തൊരു ഗതികേടാണ്. എന്തി ഇവിടെ അങ്ങനെ തേനീച്ച കൂടും ഇല്ലയോ? ദേ, അതാണ് തേൻകൂട്. കുളവി കുത്തും കേട്ടോ, സൂക്ഷിക്കണം. കിഴവിയോ? ഇവിടെ എവിടെയാ കുത്തുന്ന കിഴവി? അത് കിഴവിയല്ല, കുളവി, തേനീച്ച. ആ കാണുന്നതേ തേനീച്ച കൂടാ. അത് കുത്തുവെന്നാ ഇയാള് പറഞ്ഞത്. അല്ല, അതിനെങ്ങനെ തേനെടുക്കും? അത് ഞാൻ വിശദീകരിച്ച് പറഞ്ഞു തരാം. ആദ്യം തീ കത്തിച്ച് പുകച്ച് തേനീച്ചകളെ ഓടിക്കണം. എന്നിട്ടാണ് തേൻകൂട് അടർത്തിയെടുക്കുന്നത്. അത് പിഴിഞ്ഞല്ലേ ഹണി എടുക്കുന്നത്? അതെ. ഇനി ഈ തേനീച്ച ആക്രമിച്ച എന്താ ചെയ്യേണ്ടെന്നറിയാമോ? ഇല്ല. ദേ, ഈ പുതപ്പങ്ങ് പുതയ്ക്കണം. ഓക്കേ. അയ്യോ, അല്ല, ഒരു കല്ലെടുത്തെറിഞ്ഞ ഈ തേനീച്ച പോവില്ലേ? കല്ലെറിഞ്ഞ തേനീച്ചകൾ കൂട്ടമായി വന്നിട്ട് നമ്മളെയൊക്കെ കുത്തും. കൊള്ളാം. ഇവക്കുള്ള പണി ഞാൻ കൊടുക്കാം. നമുക്കിത് കത്തിച്ച് ഈ തേനീച്ചകളൊക്കെ ഓടിക്കാനുള്ള സംവിധാനം എന്താ? തീ കത്തിക്കാനുള്ള സംവിധാനം ഞാൻ ഉണ്ടാക്കാം. സാറ് കൂടി വാ. ആ, പ്രകൃതി ഭംഗി ആസ്വദിക്കുക. ഇപ്പൊ ഞാൻ ശരിയാക്കി തരാം. ഒരു കല്ല്. ഇത് മതി. ഉന്നം തെറ്റല്ലേ ഈശ്വര. യെസ്, കൊണ്ടു. കുത്തവളെ, കുത്ത്. ശരിക്കും കുത്തവളെ. ഇത് കാണാനല്ലേ ഞാൻ കാത്തിരുന്നത്. ഏയ്, അയ്യോ, ഒരു പുതപ്പിന്റെ കീഴിൽ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നു. വെളുക്കം തേച്ചത് പാണ്ടായല്ലോ. വേഗം വാ, നടക്ക. ചളമായി.